ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാലങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് പടച്ചോനെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അല്ലാഹു മലക്കുകളെ ആക്കും. കുറച്ച് കിതാബ് ഓതി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടതെന്താണെന്നറിയുമോ? ഇങ്ങനെയുള്ള ജാറങ്ങൾ ലഅനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന്റെ ലഅനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാറങ്ങളൊക്കെ. അത് ഇടിച്ചു നിരത്തിയെങ്കിലേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നാണ് കിതാബുകളിൽ കണ്ടത്. وأسأله السلامة من زمان بليت به نوائبه تشيب وأنزل حاجتي في كل حال إلى من تطمئن به القلوب فكم لله من تدبير أمر طوته عن المشاهدة الغيوب وكم في الغيب من تيسير عسر ومن تفريج نائبة تنوب ومن كرم ومن لطف خفي ومن فرج تزول به الكروب ومن لي غير باب الله باب ولا مولى سواه ولا حبيب كريم منعم بر لطيف جميل الستر للداعي مجيب وتجب المبادرة لهدمها وهدم القباب التي على القبور إذ هي أضر من مسجد الضرار لأنها أسست على معصية رسول الله صلى الله عليه وسلم. എന്നിങ്ങനെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, മദീനയിൽ റസൂലുള്ളാഹിയുടെ പള്ളിക്ക് സമാന്തരമായി കൊണ്ട് നിർമ്മിച്ച മസ്ജിദുൽ ദിറാർ പോലെ ശപിക്കപ്പെട്ട സ്ഥലങ്ങളാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊന്നും. അതുകൊണ്ട് അത്തരത്തിലെ കുബ്ബകളെ ഇടിച്ചു പൊളിക്കണമെന്ന് നിർബന്ധമാണെന്നൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ പൊങ്ങി നിൽക്കുന്ന ഖബറുകളെ പൊളിക്കാനും അവിടെ തൂക്കിയിട്ടുള്ള തൂക്ക് വിളക്കുകളെയും ഒക്കെ എടുത്തു മാറ്റാനും അതൊന്നും വഖഫ് ചെയ്യാനോ നേർച്ചയാക്കാനോ പാടില്ല. ഇതൊക്കെ പറഞ്ഞത് മുജാഹിദ് മൗലവിമാരാണോ? കുബ്ബ പൊളിക്കാൻ ആരാ പറഞ്ഞത്? അവിടെ വിളക്ക് കത്തിക്കരുതെന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരല്ലേ? ولقد أفتى جماعة من علماء الشافعية بهدم قبة الإمام الشافعي وإن صرف عليها ألوف من الدنانير. ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിച്ചിട്ട് നിർമ്മിച്ച കുബ്ബയായിട്ട് പോലും ആ കുബ്ബ ഷാഫി ഇമാമിന്റെ ഖബറിന്റെ മുകളിലുള്ള കുബ്ബ ഇടിച്ച് പൊളിക്കാൻ വേണ്ടി ഷാഫിഈ മദ്ഹബിലെ പ്രമുഖന്മാരായ ഒരു സംഘം തന്നെ ഫത്വ കൊടുത്തിരിക്കുന്നു. ഇസ്ലാം പഠിപ്പിച്ച നിയമത്തിനെതിരായി ഉയർത്തിയിട്ടുള്ള ഖബറുകൾ അത് ഇസ്ലാമികമായി നിർദ്ദേശമുള്ളതാണ്. അവിടെ എടുപ്പെടുക്കുന്നതിനെ സംബന്ധിച്ചും ഉയർത്തുന്നതിനെ സംബന്ധിച്ചും സിമന്റ് ഇടുന്നതിനെ സംബന്ധിച്ചും കുമ്മായമടിക്കുന്നതിനെ സംബന്ധിച്ചും വിളക്ക് കൊളുത്തുന്നതിനെ സംബന്ധിച്ചും കൊടിതോരണങ്ങളും അതുപോലെ തന്നെ പൂമൂടലും പട്ടുമൂടലും അങ്ങനെ എന്തെല്ലാം അനിസ്ലാമികമായ കാര്യങ്ങളാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പൊളിക്കണം എന്ന് പറയുമ്പോ അങ്ങനെയുള്ള ജാറങ്ങൾ പൊളിക്കണേ എന്ന് പറയുമ്പോ ആ ഖബറുകളിന്മേൽ ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മിതികളെ ആക്ഷേപിച്ചുകൊണ്ട് പറയുമ്പോ ഇവര് നമ്മളോട് ചോദിക്കുന്നു, ഏത് യഹൂദിന്റെ കിതാബാ നിങ്ങൾ നോക്കിയത്? കിതാബ് നോക്കിയിട്ടാണ് ഞങ്ങളത് പറയുന്നത് എന്ന് നമ്മുടെ ബഹുമാന്യ പണ്ഡിതന്മാർ മുമ്പും ഇപ്പോഴുമൊക്കെ പറയാറുണ്ട്. അങ്ങനെ മുമ്പൊരിക്കൽ ഉമർ മൗലവി റഹിമഹുല്ലാഹ് അദ്ദേഹം അത് പറഞ്ഞപ്പോ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതാ മുസ്ലിയാർ ചോദിക്കുകയാണ്, ഏത് യഹൂദിന്റെ കിതാബാ നോക്കിയത് എന്ന്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. മൂപ്പര് കണ്ട കിതാബ് അങ്ങനെ. ഏത് യഹൂദിന്റെ കിതാബാ നോക്കിയ മൗലവി?
ഒരു യഹൂദിന്റെ കിതാബും നോക്കൽ ഞങ്ങളുടെ സമ്പ്രദായമല്ല, അത് നിങ്ങളുടെ പരിപാടിയാണ്. യഹൂദി കിതാബ് നോക്കലും അത് പകർത്തലും അതിലെ ആശയങ്ങൾ പകർത്തലും നിങ്ങളുടെ സംസ്കാരമാണ്. ഞങ്ങൾ നോക്കിയത് യഹൂദിയുടെ കിതാബല്ല, ഞങ്ങളെ നേതാവുണ്ട്, അത് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചിരുന്ന അള്ളാന്റെ കിതാബാണ് കേട്ടോ. അതിന്റെ വിശദീകരണമായിക്കൊണ്ട് അവിടെ പഠിപ്പിച്ചിരുന്നിട്ടുള്ള ഹദീസിന്റെ കിതാബുകളാണ് കേട്ടോ. ഓർമ്മപ്പെടുത്തുന്നു, അത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പൊളിക്കണം എന്ന് നബി തിരുമേനിയാണ് കൽപ്പിച്ചത്, അലിയാരോടാണ് കൽപ്പിച്ചത്. അലിയാരി തങ്ങൾ അതേ വസിയത്ത് അബുൽ ഹയ്യാജിന് കൈമാറിപ്പോയി. അത് ലോകത്ത് നിലനിൽക്കുകയാണ്. അല്ലാതെ പൊളിക്കാൻ പറഞ്ഞത് യഹൂദിന്റെ കിതാബ് നോക്കിയിട്ടല്ല, ജൂത ക്രിസ്തീയ നടപടിയാണ്. ജറമുണ്ടാക്കലും കെട്ടിപ്പടുക്കലും ആരാധനകൾ നടത്തലും ഒക്കെ എന്ന് ഇവിടെ വെച്ച് തന്നെ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ ഒരു സബുൽ മോബിക്കാത്തായിക്കൊണ്ട് ഒരു വമ്പിച്ച അപരാധം പറഞ്ഞു എന്ന് വരുത്തി തീർക്കുന്ന നിലക്ക് പേരോട് ഇവിടെ ഒരു കളി കളിച്ചിട്ടുണ്ട്. ഞാൻ ജാറം പൊളിക്കണം എന്ന് പറയുമ്പോ മുഴുവനും മൂപ്പരവിടെ ഉയർത്തി കാണിക്കുന്നത് എന്താണ്? അപ്പ വരും സ്ക്രീനിൽ ഒരു ചിത്രം, അതാ മദീനത്തെ ഗ്രീൻ ഡോം വരുന്നു, പച്ചക്കുബ്ബ വരുന്നു. നിങ്ങളുടെ ഒരു സുന്നി വോയിസിനൊന്ന് ഒന്ന് വരി ചേർന്നുകൂടെ? നിങ്ങളുടെ സുന്നത്ത് മാസിക ഒന്ന് വായിച്ചു നോക്കിക്കൂടെ? അതിലൊക്കെ പോലും പറഞ്ഞിട്ടുണ്ട് ആ പച്ചക്കുബ്ബ ഏത് കാലത്തുണ്ടാക്കി, ആരുണ്ടാക്കി? പേരോടിനോട് വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, ആ പച്ചക്കുബ്ബ സ്വഹാബത്തുണ്ടാക്കി എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമാണോ? ജീവൻ പോകുവോളം നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. സാധിക്കില്ല. നിങ്ങൾക്ക് സാധിക്കോ? അള്ളാന്റെ ഞങ്ങൾ എന്തെങ്കിലും ഇവിടെ ഖബർ സംബന്ധമായ അനാചാരങ്ങൾ പറയുമ്പോൾ അപ്പ കാണിക്കും സ്ക്രീനിൽ മദീനത്തെ കുബ്ബ, മദീനത്തെ പള്ളിയോട് വെച്ചുള്ള ജാർ. അത് ജൂതന്മാരല്ലേ? ജൂതന്മാരാണോ ജാറല്ലേ? എന്തിനാ നിങ്ങൾ ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? മാന്യമായി പ്രതികരിക്കുക, ഉള്ളത് പറഞ്ഞ് മുന്നേറുക, ഉള്ളത് പറഞ്ഞ് ഖണ്ഡന പ്രസംഗം മുന്നേറട്ടെ. ഉള്ളത് പറഞ്ഞാൽ മതി, ഇല്ലാത്തത് പറയണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ നിലക്കാ നിങ്ങളുടെ ഓരോ അവതരണം.